രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ പോലീസ് തലത്തിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനകളുടെ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്. ആദ്യഘട്ടത്തിൽ കേസുമായി നേരിട്ട് ബന്ധമില്ലാത്ത തേർഡ് പാർട്ടികളുടെ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുവാൻ ഭരണ നേതൃത്വവും പോലീസിന്റെ ഉന്നതാധികാരികളും നിർദ്ദേശിച്ചതും ക്രൈംബ്രാഞ്ച് സംഘം അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതും. ഈ കേസ് രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ തന്നെ രാഹുലിനെ താറടിച്ചു കാണിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള നിരവധി യുവതികളെ രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് ഒരു കുറ്റം അയാൾക്ക് മേൽ ഇവർ ചാർത്തിയിട്ടുള്ളത്. എന്നാൽ ഇതുവരെയും ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലെത്തി മൊഴി നൽകുവാനോ അവർക്ക് തെളിവുകൾ കൈമാറുവാനോ രാഹുൽ പീഡനത്തിനിരയാക്കി എന്ന് പറയപ്പെടുന്ന ഒരിരകളും തയ്യാറായിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ ഈ കേസ് അടിസ്ഥാനരഹിതമായി വ്യാജമായ ഗൂഢാലോചനയുടെ ഫലമായി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു കേസാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാകുന്ന ഘട്ടത്തിൽ ഇപ്പോൾ സർക്കാർ നടത്തുന്നത് മറ്റൊരു തരത്തിലുള്ള നീക്കമാണ്. രാഹുൽ മാങ്കൂട്ടവും വി.ഡി. സതീശനും തമ്മിലുള്ള ഒരു സൈബർ പോരാട്ടമായി ഈ കാര്യങ്ങളെ ചിത്രീകരിക്കുകയും വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കൾ നേതൃത്വം നൽകിയാണ് രാഹുലിനെതിരെ ഇത്തരം ഒരു ആരോപണം പുറത്തു വന്നത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയുമാണ് ക്രൈംബ്രാഞ്ച് സംഘം. ഇതിനായി അവർ വളരെ സമർത്ഥമായി ചില കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതായത് രാഹുലിനെതിരെ കേസെടുത്ത ഘട്ടത്തിൽ തന്നെ രാഹുലിന് അനുകൂലമായി ഇതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടെത്തിയ പരാതികളിൽ കൂടി അന്വേഷണം നടത്തണമെന്ന വിചിത്രമായ നിർദ്ദേശമാണ് പോലീസ് നേതൃത്വത്തിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ നിഷ്പക്ഷത തെളിയിക്കുവാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി മാത്രമേ ഇതിനെ ആളുകൾ കണ്ടിരുന്നുള്ളൂ. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ രാഹുലിന് അനുകൂലമായി പരാതി നൽകിയവർ CPM-ന്റെ ചട്ടുകങ്ങളാണ് എന്ന് സംശയിക്കാൻ ഉതകുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത രാഹുലിനെതിരായ ഗൂഢാലോചനയിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പങ്കുണ്ട് എന്ന് ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് പോലീസിന് മൊഴി നൽകി എന്നതായിരുന്നു. എന്നാൽ ഈ വനിതാ നേതാവ് ആര് എന്ന അന്വേഷണം ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളിലേക്കാണ് കാര്യങ്ങളെ എത്തിക്കുന്നത്. പ്രധാനമായും കോട്ടയം ജില്ലയിലോ പത്തനംതിട്ട ജില്ലയിലോ ആലപ്പുഴ ജില്ലയിലോ ഇത്തരത്തിലൊരു വനിതാ നേതാവ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ പരാതി കൊടുത്തത് ആരാണ് എന്ന ചോദ്യം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. ജീന സജി തോമസ് എന്ന യുവതിയാണ് ഈ പരാതികൾ കൊടുത്തിട്ടുള്ളത്. ആരാണ് ജീന സജി തോമസ്? ജീന സജി തോമസിന് യൂത്ത് കോൺഗ്രസിൽ ഭാരവാഹിത്വമില്ല എന്നും ജീന സജി തോമസ് യൂത്ത് കോൺഗ്രസിന്റെയോ പ്രവർത്തകയല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കറാണ് ആദ്യം രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെ ജീന സജി തോമസ് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എന്ന തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് ജീന സജി തോമസിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബിൻ മാത്യുവും രംഗത്തെത്തിയിട്ടുണ്ട്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കോൺഗ്രസിനുള്ളിൽ അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കുവാനുള്ള CPM-ന്റെയും BJP-യുടെയും ശ്രമങ്ങളുടെ ചട്ടുകമാണ് ജീന സജി തോമസ് എന്ന ആരോപണമാണ് സുബിൻ മാത്യു ഉന്നയിച്ചിരിക്കുന്നത്. ജീന സജി തോമസിന്റെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമാക്കുന്ന തെളിവുകളും സുബിൻ മാത്യു പുറത്തുവിട്ടിട്ടുണ്ട്. എന്താണ് സുബിൻ മാത്യു പുറത്തുവിട്ടിട്ടുള്ള തെളിവ്? സുബിൻ മാത്യു പുറത്തുവിട്ടിട്ടുള്ള FIR പ്രകാരം ചിങ്ങവനം പോലീസാണ് 2021 ജീന സജി തോമസിനെതിരെ കേസെടുത്തിട്ടുള്ളത്. വളരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിലാണ് IPC 406, 420 വകുപ്പുകൾ ചുമത്തി ജീനയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളും FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. ഈ FIR-ൽ കുറ്റകൃത്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. പ്രതിക്ക് ആവലാതിക്കാരനെയും സഹോദരിയെയും വിശ്വാസവഞ്ചന ചെയ്ത് ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ആവലാതിക്കാരനെയും ആവലാതിക്കാരന്റെ സഹോദരിക്കും കാനഡയിലേക്ക് നഴ്സിംഗ് ജോലി വാങ്ങിത്തരാമെന്ന് വിശ്വസിപ്പിച്ച് ആവലാതിക്കാരനെയും ആവലാതിക്കാരന്റെ സഹോദരിയെയും കയ്യിൽ നിന്ന് 13,26,727 രൂപ 12/7/2019 മുതൽ പല ഘട്ടങ്ങളായി വാങ്ങിയ ശേഷം ജോലി വാങ്ങിക്കൊടുക്കാതെയും വാങ്ങിയ തുക നൽകാതെയും ആവലാതിക്കാരനെയും ആവലാതിക്കാരന്റെ സഹോദരിയെയും പ്രതി വിശ്വാസവഞ്ചന ചെയ്തു, ചതി ചെയ്തു എന്ന കാര്യം. അതായത് കാനഡയിലേക്ക് നഴ്സിംഗ് ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു യുവാവിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ കയ്യിൽ നിന്നും 13 ലക്ഷത്തിലധികം രൂപ തട്ടിച്ചെടുത്ത വ്യക്തിത്വമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകളുടെ ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്ന് ആരോപിച്ച്
പരാതി കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള യുവതിയുടെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയതും അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തക കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കെതിരെ മൊഴി നൽകിയെന്ന വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത്. ഇവിടെ ഓരോന്നോരോന്നായി നാം പരിഗണിക്കേണ്ടതുണ്ട്. ആദ്യം ക്രൈംബ്രാഞ്ച് സംഘം പറഞ്ഞത് 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള നിരവധി സ്ത്രീകളെ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കി എന്നാണ്. എന്നാൽ ഇത്തരത്തിൽ നിരവധി സ്ത്രീകൾ പോയിട്ട് ഒരു സ്ത്രീ പോലും രാഹുലിനെതിരെ പരാതി നൽകുവാനോ മൊഴി കൊടുക്കുവാനോ തെളിവുകൾ സമർപ്പിക്കുവാനോ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലെത്തിയിട്ടില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം 2 യുവതികളെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയനാക്കി എന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മൊഴി അല്ലെങ്കിൽ ഒരു തെളിവ് പുറത്തു കൊണ്ടുവരുവാൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് സാധിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള ഇരകൾ ആരും തന്നെ അയാൾക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകുവാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിട്ടില്ല. നാലാമതായി രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രം നടത്തിയ ആശുപത്രി കണ്ടെത്തിയെന്നും അവിടെ നിന്ന് നിർണായക രേഖകൾ പിടിച്ചെടുക്കുമെന്നും വ്യക്തമാക്കിയ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഇക്കാര്യത്തിൽ 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത് ഗർഭചിത്രത്തിനുള്ള മരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത ബന്ധു കൂടിയായ വ്യവസായിയാണ് എത്തിച്ചു കൊടുത്തതെന്നാണ്. അപ്പോൾ ഇത്രനാളും പറഞ്ഞിരുന്നത് ആശുപത്രിയിൽ വെച്ച് ഗർഭചിത്രം നടന്നിരുന്നു എന്നാണെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് ഗർഭചിത്രത്തിന്റെ മരുന്ന് എത്തിച്ചു കൊടുത്തത് രാഹുൽ മാങ്കൂട്ടവുമാണ്, അദ്ദേഹത്തിന്റെ ബന്ധുവാണ് ഇതിന് അയാളെ സഹായിച്ചതെന്നാണ്. ഏറ്റവും ഒടുവിലായി യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മൊഴി നൽകി എന്ന വെളിപ്പെടുത്തലും പുറത്തുവിട്ടിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് തന്നെയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസിന് അങ്ങനെ ഒരു വനിതാ നേതാവ് പോയിട്ട് അല്ലെങ്കിൽ ഈ പരാതിക്കാരി അല്ലെങ്കിൽ മൊഴി കൊടുത്തിട്ടുള്ള വ്യക്തിത്വം കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ പ്രവർത്തകയല്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അവർ തന്നെ മനോരമ ന്യൂസ് ചാനലിനോട് നടത്തിയ പ്രതികരണത്തിൽ താനൊരു പാർട്ടി അനുഭാവി മാത്രമാണെന്നും നേതാക്കൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വി.ഡി. സതീശന്റെയോ രമേശ് ചെന്നിത്തലയുടെയോ പേര് താൻ പരാമർശിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരിയായി ചിത്രീകരിക്കുവാൻ ക്രൈംബ്രാഞ്ച് സംഘം ശ്രമം നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ അടിസ്ഥാനരഹിതങ്ങളായ നിരവധി അനവധി ആരോപണങ്ങൾ പടച്ചുവിട്ട് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതാണോ കേരള ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ രീതി എന്ന് പറയുന്നത്? ഇങ്ങനെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിനായി രാഷ്ട്രീയ എതിരാളികളെ ചാപ്പ കുത്തുവാൻ ഉപയോഗിക്കുന്ന CPM-ന്റെ സംസ്കാരമാണോ കേരളത്തിലെ ജനാധിപത്യപരമായ ഭരണനിർവഹണത്തിന് ആവശ്യമെന്ന ചോദ്യം ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെയാണ് ഉയർന്നു വരേണ്ടത്. ഈ ഘട്ടത്തിൽ എനിക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്. കോൺഗ്രസിനുള്ളിൽ നിലവിൽ നടക്കുന്ന സൈബർ പോരാട്ടങ്ങൾക്ക് പിന്നിൽ പോലും CPM ആണ് അല്ലെങ്കിൽ അവർ സ്പോൺസർ ചെയ്തിട്ടുള്ള PR ഏജൻസികളാണെന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി പ്രതികരിക്കേണ്ടത് കോൺഗ്രസിന്റെ ഉന്നതമായ നേതൃത്വമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് എന്തുകൊണ്ടാണെന്ന് അവർ വിശദീകരിക്കുവാൻ തയ്യാറാവണം. രാഹുൽ മാങ്കൂട്ടം മുറിയടച്ചിട്ട് ഡിപ്രഷനാണെന്ന് പറയാതെ പുറത്തു വന്ന് ജനങ്ങളോട് കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ തയ്യാറാകണം. കോൺഗ്രസിന്റെ അണികൾ പാർട്ടിയോടുള്ള കൂറ് നിലനിർത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രതികരണങ്ങളിൽ മിതത്വം പാലിക്കണം. എങ്കിൽ മാത്രമേ ഈ ദുഷിച്ച ഭരണത്തിന് ഒരവസാനം കണ്ടുകൊണ്ട് UDF-നെ തിരികെ അധികാരത്തിലേറ്റിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കങ്ങനെ സാധിക്കണമെന്ന് കേരളം ആഗ്രഹിക്കുമ്പോൾ ആ പ്രതീക്ഷകൾക്കൊപ്പം ഉയർന്നു നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.